അസ്സലാമു അലൈക്കും. കൊള്ളയും കൊലപാതകങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പൈശാചിക കാലഘട്ടത്തിൽ പൈശാചിക ശക്തികൾ അവരുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കി വരുന്നു. സിനിമാ മേഖലകളിലും അതോടൊപ്പം വിനോദ മേഖലകളിലും എല്ലാം ആ പൈശാചിക ശക്തികൾ അവരുടെ അജണ്ട നടപ്പിലാക്കുകയാണ്. വന്ന അവസാനം കൊച്ചുകുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങളിലേക്കും വരെ അത് എത്തി നിൽക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമുക്കറിയാം, നാം നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനായി കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകാറുണ്ട്. നല്ല മനോഹരങ്ങളായ പല വർണ്ണങ്ങളിലുള്ള നല്ല മനോഹരങ്ങളായ കളിപ്പാട്ടങ്ങൾ നാം അവർക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്. അത്തരത്തിൽ കുട്ടികൾ സന്തോഷത്തോടുകൂടി കളിക്കുന്ന കളിപ്പാട്ടങ്ങളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഒരു പൈശാചികതയുടെ രൂപങ്ങളുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ചില പൈശാചിക ശക്തികൾ വിപണിയിലേക്ക് ഇറക്കുകയാണ്. അത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ് ലബൂബ് പാവകൾ. ആ പാവകൾ ഇന്ന് തരംഗമായി മാറുകയാണ്. വളരെയധികം വിലമതിക്കുന്ന പാവകൾ വാങ്ങാനായി ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. 10,000 കൊടുത്തും ലക്ഷം കൊടുത്തും കോടികൾ കൊടുത്തും ആ പാവകൾ സ്വന്തമാക്കാൻ ആളുകൾ തയ്യാറായി നിൽക്കുന്നു. പലപ്പോഴും ഈ പാവകൾ വാങ്ങിക്കാനായി കടകളിൽ വലിയ ക്യൂവൊക്കെ കാണാൻ സാധിക്കും. എന്തിനേറെ, ഈ പാവകൾ വാങ്ങാനായി കടകളിൽ അടിപിടി ഉണ്ടായി എന്നുള്ള കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ആളുകളിൽ അഡിക്റ്റായി മാറുകയാണ് ലബൂബ് പാവകൾ. ഒരു മനുഷ്യന്റെ വലിപ്പമുള്ള ഒരു ലബൂബ് പാവ വിറ്റഴിച്ചത് കോടിക്കണക്കിന് രൂപയ്ക്കാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഫ്ലീസി മെറ്റീരിയലിൽ നിർമ്മിച്ച മുയൽ ചെവികളുള്ള ഒരു വൺസി ധരിച്ച് കാപ്പിപ്പയർ പോലുള്ള കണ്ണുകളും അരുകുകൾ കൂർത്ത പല്ലുകളുമുള്ള ഒരു കുട്ടിഭൂതത്തെ പോലെയാണ് ഈ പാവകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഹോങ്കോങ്ങിൽ ജനിച്ച നെതർലാൻഡ്സിലെ ഉട്രൈച്ചിൽ വളർന്ന പിന്നീട് ബെൽജിയത്തിലെ ആന്റ്വെർപ്പിൽ സ്ഥിരതാമസമാക്കിയ കാസിംഗ് ലങ് എന്ന് പറയുന്ന വ്യക്തിയാണ് 1972 ഈ പാവയ്ക്ക് രൂപകൽപ്പന ചെയ്യുന്നത്. അദ്ദേഹം ഒരു കഥാപാത്രമായിട്ടാണ് ഈ ലബൂബ് ആരംഭിച്ചത്. നാടോടി കഥകളും കുട്ടിക്കാലത്ത് അദ്ദേഹം ആസ്വദിച്ച പുരാണങ്ങളിൽ നിന്നുമാണ് ഈ പാവയുടെ ആശയം അദ്ദേഹം ഉൾക്കൊള്ളുന്നത്. പിന്നീട് 2015 ദി മോൺസ്റ്റേഴ്സ് എന്ന തന്റെ പുസ്തക പരമ്പരയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകളുടെ കാലം മുതലേ കാടുകളിൽ വസിച്ചിരുന്ന കുട്ടിഭൂതമാണ് ലബൂബ് എന്ന് അദ്ദേഹം ലളിതമായൊരു പശ്ചാത്തലം നൽകി. ഏകദേശം 100 ലബൂബ് ഉണ്ട്. അല്പം ക്രൂരവുമായ രൂപഭാവമുള്ളതായി അതിനെ വിശേഷിപ്പിക്കുന്നു. വൃത്താകൃതിയിലുള്ള രോമമുള്ള ശരീരങ്ങൾ, വിശാലമായ കണ്ണുകൾ, കൂർത്ത ചെവികൾ, ഒരു കുസൃതി നിറഞ്ഞ പുഞ്ചിരി രൂപപ്പെടുത്തുന്ന 9 മൂർച്ചയുള്ള പല്ലുകൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ലബൂബുവിനെ കൂടാതെ മറ്റു രൂപങ്ങളും ദി മോൺസ്റ്റേഴ്സ് എന്ന ഗോത്രത്തിൽപ്പെടുന്നുണ്ട്. അതിൽ മൊക്കോക്കോ, പാറ്റോ, സ്പൂക്കി, ടൈക്കോക്കോ, സിമോമോ എന്നിവ അതിൽ ഉൾപ്പെടുന്നു. പാവകളെ വൈവിധ്യമാർന്ന രൂപഭാവങ്ങളോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2019 ലുങ് ചൈനീസ് കമ്പനിയായ പോപ്പ് മാർട്ടുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. ലബൂബുവിന്റെ കളിപ്പാട്ട പതിപ്പുകൾ നിർമ്മിക്കാനും വിൽക്കാനുമുള്ള പ്രത്യേക അവകാശം അദ്ദേഹം പോപ്പ് മാർട്ടിന് നൽകി. ദി മോൺസ്റ്റേഴ്സ് പരമ്പരയുടെ ഭാഗമായി ലബൂബുവിനെ അവർ പുറത്തിറക്കി. ലുങ്ങിന്റെ കഥയിൽ ഒന്നിലധികം ലബൂബ് ഉള്ളതുപോലെ പോപ്പ് മാർട്ടിന്റെ ഷെൽഫുകളിലും വിവിധതരം ലബൂബ് കളിപ്പാട്ടങ്ങളുണ്ട്. കണ്ണുകളും മൂക്കും പല്ലുകളുമൊക്കെയായി വ്യത്യസ്ത നിറങ്ങളിലും വ്യത്യസ്ത ഭാവങ്ങളിലുമുള്ള ലബൂബ് പാവകൾ ഇന്ന് മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഗായിക റിയാനയും കേപോപ്പ് പോലെയുള്ള സെലിബ്രിറ്റികൾ തങ്ങളുടെ ഡിസൈനർ ബാഗുകളിൽ ലബൂബുവിനെ അലങ്കാരമായി തൂക്കി നടക്കുകയും കേപോപ്പ് മ്യൂസിക് ബാൻഡായ ബ്ലാക്ക് പിങ്കിലെ താരങ്ങൾ അവരുടെ ഹാൻഡ് ബാഗിലും മറ്റും ലബൂബ് പാവകൾ കീ ചെയിനായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ പാവയുടെ പ്രശസ്തി കുതിച്ചുയർന്നത്. പിന്നീട് വിവിധ മേഖലകളിലുള്ള സെലിബ്രിറ്റികളും ഈ പാവ വാങ്ങാൻ തുടങ്ങിയതോടുകൂടി ലബൂബുവിന്റെ ഡിമാൻഡ് കൂടി. ഇത് ലബൂബുവിന്റെ ഉടമകളായ പോപ്പ് മാർട്ട് ഇന്റർനാഷണലിന്റെ ഓഹരി വില ഒരു വർഷം കൊണ്ട് 180% ഉയർന്നു. നിലവിൽ 350 മില്യൺ ഹോങ്കോങ് ഡോളറിലധികം, അതായത് ഇന്ത്യൻ മണി 3.83 ലക്ഷം കോടി രൂപ വിപണി മൂല്യമുണ്ട് പോപ്പ് മാർട്ട് എന്ന ഈ കമ്പനിക്ക്. ലോകത്തിലെ 3ാമത്തെ ഏറ്റവും മൂല്യമുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കമ്പനിയായി പോപ്പ് മാർട്ട് മാറിയിരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് തരംഗമായി മാറിയ ലബൂബ് പാവകൾ അതിന്റെ സ്ഥാപകനെ ശതകോടീശ്വരനാക്കി മാറ്റി. ചൈനയിലെ ഏറ്റവും ധനികരായ 10 ശതകോടീശ്വരന്മാരിൽ ഒരാളായി അദ്ദേഹം മാറുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഷാങ്ഹായ് മുതൽ ലണ്ടൻ വരെ പലയിടങ്ങളിലും ഈ പാവകളെ സ്വന്തമാക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ്. എന്തിനേറെ പറയുന്നു, അതിനായി വഴക്കുകൾ പോലും നടക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നുണ്ട്. ആഗോളതലത്തിൽ തരംഗം തീർക്കുകയാണ് ഈ ലബൂബ് പാവകൾ. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഈ ലബൂബുവിന്റെ പിന്നാലെയാണ്. വിവിധ നിറങ്ങളിലുള്ള ലബൂബ് പാവകൾ ഇന്ന് വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ചൈനയിലെ മനുഷ്യന്റെ രൂപമുള്ള ഒരു ലബൂബ് പാവ വിറ്റഴിക്കപ്പെട്ടത്
അന്ന് പത്രവാർത്താ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. 1.08 മില്യൺ യുവാൻ, അതായത് $1,50,275 ചിലവാക്കിയാണ് ഒരാൾ ആ പാവ ലേലത്തിൽ സ്വന്തമാക്കിയത്. അതായത് ഏകദേശം 1,28,00,000 രൂപയ്ക്കാണ് ആ പാവ അന്ന് വിറ്റഴിക്കപ്പെട്ടത്. ഇതോടെ ലോകത്തിന്റെ ഏറ്റവും വലിയ ലബൂബ് പാവ എന്ന റെക്കോർഡും ആ പാവ സ്വന്തമാക്കി. ഇതിൽ തന്നെ മനുഷ്യന്റെ വലിപ്പമുള്ള ആ പാവയായിരുന്നു ആ ലേലത്തിന്റെ മുഖ്യ ആകർഷണം. അത്തരത്തിൽ എത്ര വില കൊടുത്തും ആ പാവകൾ വാങ്ങിക്കാൻ ആളുകൾ തയ്യാറാണ്. ഈ പാവകളെ വിൽക്കാൻ ഉപയോഗിക്കുന്ന കവറുകളിലും ചില നിഗൂഢതകൾ അവർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇഷ്ടനിറത്തിലുള്ള പാവ വാങ്ങാനാവില്ല. ലബൂബുവിന്റെ രൂപങ്ങൾ പലപ്പോഴും ബ്ലൈൻഡ് ബോക്സുകളിലാണ് വിൽക്കുന്നത്. വാങ്ങിയ ശേഷം കവർ തുറന്നു നോക്കുമ്പോൾ മാത്രമാണ് ഏത് നിറത്തിലുള്ള പാവയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓരോ ലബൂബ് പാവകളും ഓരോ ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. സന്തോഷം, പ്രതീക്ഷ എന്നിങ്ങനെ പോകുന്നു നിറങ്ങളുടെ അർത്ഥങ്ങൾ. ചൈനയിലാണ് കോവിഡിന് പിന്നാലെ ലബൂബ് ശ്രദ്ധ നേടിയത്. കോവിഡ് ആകെ മാനസികമായി തകർത്ത സമയത്ത് അവിടെയുള്ള ആളുകളുടെ ശ്രദ്ധ തിരിക്കാനും ആശ്വാസത്തിനുമായി ഒരേ സമയം ക്യൂട്ടും അതേസമയം തന്നെ വിചിത്രമെന്ന് തോന്നുന്നതുമായ രൂപമുള്ള ലബൂബ് പാവകളെ അവർ കൂടെ കൂട്ടിയത്. എന്നാൽ പിന്നീട് ഇത് മറ്റു രാജ്യങ്ങളിലേക്കും ഒരു തരംഗമായി പടരുകയായിരുന്നു. പ്രായഭേദമന്യേ തന്നെ പലരും ഈ ലബൂബ് പാവയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്നാൽ ഈ പാവ ഇത്ര കണ്ട് തരംഗമായി തീരാൻ കൃത്യമായ കാരണം പറയാൻ ആർക്കും സാധിക്കില്ല. റഷ്യയിൽ ഫെഡറേഷൻ കൗൺസിൽ ലബൂബ് പാവകളുടെ വിൽപ്പന നിരോധിക്കാൻ മുന്നിട്ടിറങ്ങി. ആ പാവയുടെ ഭയപ്പെടുത്തുന്ന രൂപഭാവം കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് ഹാനികരമായി ബാധിക്കും എന്നുള്ളതായിരുന്നു അവർ അതിന് പ്രധാനമായി പറഞ്ഞുവച്ച കാരണം. റഷ്യയിൽ ശാസ്ത്രം, വിദ്യാഭ്യാസം, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എക്കറ്റെറിന അൾത്തബേവ കുട്ടികളിൽ ഭയം തോന്നാൻ കാരണമാകുമെന്ന് പ്രസ്താവിച്ചു. 2024 തായ്ലൻഡിൽ ലബൂബുവിന്റെ ചിത്രം സമ്പത്തും ഭാഗ്യവും കൊണ്ടുവരുമെന്നും നിരവധി തായ്ലൻഡുകാർ വിശ്വസിക്കാൻ തുടങ്ങി. തൽഫലമായി അതിൽ നിന്ന് ബുദ്ധമത കുംഭങ്ങളും ടാറ്റുകളും വരെ അവർ നിർമ്മിച്ചു. നോക്കൂ, മനുഷ്യനെ വഴി പിഴപ്പിക്കാൻ പിശാച് ജാഗരൂകനാണ്. തിന്മകളിലേക്ക് പ്രേരണകളും പ്രചോദനങ്ങളുമായി ഇടവും വലവും പിശാചിന്റെ സൈന്യം മനുഷ്യന്റെ കൂടെയുണ്ടാകും. യഥാർത്ഥ ബുദ്ധിമാൻ തന്റെ ഈ ആജന്മ ശത്രുവിനെക്കുറിച്ച് നിതാന്ത ജാഗ്രതയുള്ളവനായിരിക്കും. മനുഷ്യവർഗത്തോടുള്ള തന്റെ ശത്രുതയും പകയും ഇബ്ലീസ് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. മനുഷ്യവംശത്തിന്റെ നാശത്തിനും പരാജയത്തിനുമായി പലതരം കുതന്ത്രങ്ങൾ അവൻ പയറ്റും. അവനെ തൊട്ട് ജാഗ്രത പാലിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പല തവണ ആവർത്തിച്ച് നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. സത്യവിശ്വാസികളെ പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റരുത്. വല്ലവനും പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുന്ന പക്ഷം തീർച്ചയായും അവൻ പിശാച് കൽപ്പിക്കുന്നത് നീചവൃത്തിയും ദുരാചാരവും ചെയ്യാനായിരിക്കും. പിശാച് നിങ്ങളെ ഈ പാത വിട്ട് തടയാതിരിക്കട്ടെ. തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞു വെച്ചത്. ഇത്തരത്തിൽ പല കുതന്ത്രങ്ങളിലൂടെ മനുഷ്യന്മാരെ പിശാച് തെറ്റിലേക്ക് നയിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം നാം വളരെയധികം ശ്രദ്ധയോടുകൂടി ജാഗരൂകരായിരിക്കണമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മോട് വ്യക്തമാക്കുന്നത്. നോക്കൂ, ജനിച്ചു വളരുന്ന കൊച്ചുകുട്ടികളുടെ മനസ്സുകളിൽ പോലും പൈശാചികതയുടെ ചിന്ത കൊണ്ടുവരുവാൻ വേണ്ടി ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ സമൂഹം ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്നവരാണല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ട്രെൻഡായി കഴിഞ്ഞാൽ ആ ട്രെൻഡിന് പിന്നാലെ ഫേമസ് ആകാൻ വേണ്ടി ആ ട്രെൻഡിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ പോകുന്നത് പോലെ തന്നെ അതിനെ ഏറ്റുപിടിച്ച് മുസ്ലിം സമുദായത്തിലെ ആളുകളും അത് പിൻപറ്റി പോകാറുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനാൽ തന്നെ ഇത്തരമൊരു പാവകളുടെ ട്രെൻഡിങ് ഏറ്റുപിടിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പോലെ തന്നെ മുസ്ലിം സമുദായത്തിലെ ചില ആളുകളും കടന്നു വന്നേക്കാം. അത്തരം ആളുകളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇത്തരം പാവകൾ അത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആ ട്രെൻഡിന് പിന്നാലെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ വലിയ അപകടത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.